പെട്ടെന്ന് ചിക്കൻ കറി ഉണ്ടാക്കാൻ നിൽക്കുന്നവർ ഈ വീഡിയോ കാണണ്ട കേട്ടോ. ഇതൊരു സ്ലോ കുക്ക്ഡ് ചിക്കൻ കറിയാണ്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ്, വിനീഗർ, കുരുമുളക് പൊടി, കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇട്ട് തിരുമ്മി വെച്ചേക്കുന്ന ചിക്കനാണ്. ഒരു 3-4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. വെളിച്ചെണ്ണ ചൂടാക്കി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരിഞ്ഞ് ഇട്ട് കൊടുക്കാവേ. അതിലോട്ട് 2 കറിവേപ്പില ഇട്ട് കൊടുത്ത് അതിൽ കുറച്ച് സബോളയും തക്കാളിയും ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ടു അതൊന്ന് വേവിക്കാൻ വയ്ക്കാവേ. ഒരു 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. നമുക്ക് ഇടയ്ക്കൊന്ന് തുറന്നു നോക്കണേ. ഏതാണ്ട് ഈ പരുവാകുമ്പോൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇട്ട് സബോള നന്നായിട്ട് വരട്ടിയെടുക്കാം. അങ്ങനെ നമ്മുടെ മസാലയൊക്കെ മൂത്ത് കഴിയുമ്പോൾ ആ ചിക്കൻ ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി ഒരു 15 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ ചിക്കൻ കറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു 2 മണിക്കൂർ തീ കുറച്ചിട്ട് വേവിക്കും. അതാ ഞാൻ പറഞ്ഞ സമയമുള്ളവർ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതിയെന്ന്. അങ്ങനെ വേവിക്കുന്നതുകൊണ്ട് ടേസ്റ്റ് കൂടുള്ളൂ കേട്ടോ, കുറയൊന്നുമില്ല. എന്നാൽ പിന്നെ സ്ലോ കുക്ക് ചിക്കൻ കറിയുടെ കഥ കേട്ടാലോ? കഥ നടക്കുന്നത് നമ്മുടെ പത്മനാഭൻ്റെ മണ്ണിലാണേ. തിരുവനന്തപുരത്ത് ഒരു ഇടവഴിയിൽ രവീന്ദ്രൻ പിള്ളയ്ക്ക് ഒരു ചെറിയ തട്ടുകട ഉണ്ടായിരുന്നേ. അവിടെ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഭയങ്കര ക്യൂ ആയിരുന്നു. എല്ലാവരും വരുന്നത് പുള്ളിക്കാരൻ്റെ സ്ലോ കുക്ക്ഡ് ചിക്കൻ കറി കഴിക്കാനായിരുന്നേ. ഇന്നത്തെ ബൺ മാസ്കും ചായയും പോലെയായിരുന്നു അന്ന് പുള്ളിക്കാരൻ്റെ ചിക്കൻ കറിയും ചപ്പാത്തിയും. ഒരിക്കൽ ഒരു വലിയ ഹോട്ടലുടമ അവിടെ വന്നു. കറി കഴിച്ച ശേഷം അയാൾ ചോദിച്ചു, പിള്ളേ, താനിതിൽ എന്തെങ്കിലും മാന്ത്രിക മസാലകൾ ചേർക്കുന്നുണ്ടോ? ഇത്രയും രുചി എങ്ങനെ വരുന്നു? പിള്ള തൻ്റെ ഇരുമ്പ് ചട്ടിയിലെ തവി മാറ്റി വെച്ചിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സാർ, ഞാൻ രാവിലെ 10 മണിക്ക് തീ കത്തിക്കുന്നതാണ്. മസാലകൾ ഞാൻ തന്നെ കല്ലിൽ അരച്ചെടുക്കും. ചിക്കൻ വെന്ത് വരാൻ 2 മണിക്കൂർ എടുക്കും. ഇന്നത്തെ കാലത്ത് ആർക്കും സമയവുമില്ല. എല്ലാവരും ഈസിയായി കുക്കറിലാണ് പാചകമെല്ലാം. പക്ഷേ രുചി വരണമെങ്കിൽ തീ കുറച്ച് വെച്ച് ക്ഷമയോടെ കാത്തിരിക്കണം. അന്ന് ആ ഹോട്ടലുടമയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. പിള്ള വിൽക്കുന്നത് വെറും ഒരു ചിക്കൻ കറിയല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ സമയവും അധ്വാനവുമാണ്. അതായിരുന്നു ഈ കറിയുടെ യഥാർത്ഥ രുചി.